ഇന്ത്യൻസിനെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും മറക്കേണ്ട ഒരു സീസൺ ആയിരുന്നു ഇത്. ടീമിന്റെ മോശം പ്രകടനം മാത്രമല്ല, ടീമിനുള്ളിലെ അഭിപ്രായ ഭിന്നതയും മാനേജ്മെന്റിനോട് ആരാധകർക്കുള്ള വിയോജിപ്പുമെല്ലാം മറനീക്കി പുറത്തു വന്ന സീസണാണിത്. 8 പോയിന്റുകൾ മാത്രം നേടി പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനക്കാരാണ് ഹാർദിക് പാണ്ഡ്യയും സംഘവും സീസൺ അവസാനിപ്പിച്ചത്. ഇതിനിടെ ഇപ്പോഴിത് മുംബൈയുടെ പരാജയത്തിന്റെ കാരണം എന്താണെന്ന് പറയുകയാണ് മുൻ മുംബൈ താരം കൂടിയായ ഹർഭജൻ സിംഗ്. ഹാർദിക് പാണ്ഡ്യയെ മുംബൈയുടെ നായകനാക്കി തിരികെ കൊണ്ടുവരാനുള്ള തീരുമാനമാണ് തിരിച്ചടിയായത് എന്നാണ് ഹർഭജൻ സിംഗ് പറയുന്നത്. അതേസമയം ഹാർദിക് പാണ്ഡ്യയെ തെറ്റ് പറയാൻ സാധിക്കില്ലെന്നും ഗുജറാത്തിനെ വിജയകരമായി 2 സീസണുകളിലും നയിച്ചതാണ് പാണ്ഡ്യയെന്നും ഹർഭജൻ പറഞ്ഞു. പകരം ഹർഭജൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ടീമിലെ മുതിർന്ന താരങ്ങളെയാണ്. നായകൻ ആരും തന്നെ ആയിരുന്നാലും ടീമിന്റെ ഒത്തൊരുമ നിലനിർത്തേണ്ടത് മുതിർന്ന താരങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഹർഭജൻ പറയുന്നത്. MI വലിയൊരു ടീമാണ്. അങ്ങനെയാണ് അവർ കളിച്ചിട്ടുള്ളതും മികച്ച മാനേജ്മെന്റാണ് ടീമിനെ നന്നായി കൊണ്ടുപോകുന്നുമുണ്ട്. പക്ഷേ ഈ തീരുമാനം തിരിച്ചടിച്ചു. ചിലപ്പോൾ ഭാവിയെക്കുറിച്ചാകും അവർ ചിന്തിച്ചത്. എന്നാൽ ഇത് ടീമിന് അംഗീകരിക്കാനായില്ലെന്നും ടീമിന്റെ ഒരുമയെ തകർത്തുവെന്നും തോന്നുന്നു. അത് സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു. ഇത്ര വലിയൊരു ടീം, എന്റെ ടീം ഇത്ര മോശം അവസ്ഥ നേരിടുന്നത് കാണുന്നത് വേദനിപ്പിക്കുന്നു, ഹർഭജൻ പറയുന്നു. ചിലപ്പോൾ ആ തീരുമാനം എടുത്ത സമയം തെറ്റായതാകാം. 1 വർഷം കഴിഞ്ഞായിരുന്നുവെങ്കിൽ നന്നായേനെ. ഹാർദിക് പാണ്ഡ്യയുടെ തെറ്റല്ല, അവൻ ഗുജറാത്തിനെ നന്നായി തന്നെ നയിക്കുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ആരാണെങ്കിലും ശരി, ടീമിന്റെ ഒത്തൊരുമ മുതിർന്ന താരങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ക്യാപ്റ്റൻ വരും പോകും, അവർ ഒരു ടീമായിട്ടല്ല കളിച്ചത് എന്നാണ് ഹർഭജന്റെ അഭിപ്രായം. ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ച് ഗുജറാത്തിനെ തങ്ങളുടെ ആദ്യ സീസണിൽ തന്നെ IPL ചാമ്പ്യന്മാരാക്കാനും അടുത്ത സീസണിലും ഫൈനലിൽ എത്തിക്കാനും സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ സ്വന്തം തട്ടകമായ മുംബൈയിലേക്ക് മടങ്ങി വരുമ്പോൾ വലിയൊരു സ്വീകരണമാണ് ഹാർദിക് പാണ്ഡ്യ പ്രതീക്ഷിച്ചത്. എന്നാൽ കയ്യടികൾക്കും പൂച്ചെണ്ടുകൾക്കും പകരം കൂവലും വിമർശനങ്ങളുമാണ് ഹാർദിക് പാണ്ഡ്യയെ വരവേറ്റത്. മുംബൈയുടെ സ്വന്തം ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങളിൽ ഉൾപ്പെടെ ആരാധകർ പാണ്ഡ്യയെ കൂവി വിളിക്കുന്നത് ഈ സീസണിലെ പതിവ് കാഴ്ചയുമായിരുന്നു. കളത്തിന് പുറത്തെ ഈ വിമർശനങ്ങൾ പാണ്ഡ്യയുടെ പ്രകടനത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ ഈ തോൽവിക്ക് കാരണം ഹാർദിക് പാണ്ഡ്യയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ.